ഇസ്ലാമിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ബ്യൂട്ടി അത് റിജക്റ്റ് ചെയ്യണം എന്നല്ല. ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു മുസ്ലിം സ്ത്രീയെ വെച്ച് നോക്കുമ്പോൾ അത് മോഡസ്റ്റി, അവളുടെ ക്യാരക്ടർ, ബിഹേവിയറൊക്കെയാണ്. ഇനി മേക്കപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ മുൻപിൽ എത്ര വേണമെങ്കിലും മേക്കപ്പ് ചെയ്യാം, ഒരു കുഴപ്പവും. മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം, മേക്കപ്പ് ഒഴിവാക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ പർപ്പസ്ഫുള്ളി ആരെങ്കിലും അട്രാക്റ്റ് ചെയ്യണം എന്ന് കരുതി മേക്കപ്പ് ചെയ്യുന്നതല്ല എങ്കിൽ കൂടിയും അറിഞ്ഞും അറിയാതെയും ആളുകൾ അട്രാക്റ്റഡ് ആവുകയാണെങ്കിൽ അതൊരു തെറ്റല്ലേ എന്നെനിക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിട്ടോ. കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഒഴിവാക്കി. എനിക്ക് ആളുകളുടെ അറ്റൻഷനൊന്നും വേണ്ട എന്ന് പറയാൻ വളരെ ഈസിയാണ്. ആക്ച്വലി ആരെങ്കിലും നമ്മളെ കണ്ടിട്ട് നമ്മുടെ മേക്കപ്പോ അല്ലെങ്കിൽ വസ്ത്രധാരണമോ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുമ്പം അറിയാതെയാണെങ്കിലും മനസ്സിലൊരു സന്തോഷം വരും. അത് പതുക്കെ 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 അഡിക്ഷനിലേക്കും പോകും. അതാണ് മേക്കപ്പിൻ്റെ വേറൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ ദീൻ ഫോക്കസ് മാറുന്ന ഒരു കാര്യങ്ങളും ഇനി മുതൽ എൻ്റെ ലൈഫിൽ ഉൾക്കൊള്ളിക്കില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്. അത് മേക്കപ്പ് മാത്രമല്ല, എൻ്റെ വസ്ത്രധാരണം, പ്രത്യേകിച്ച് ഹിജാബ്, ഹിമാർ പോലുള്ള വസ്ത്രം ധരിക്കുമ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് വളരെയധികം റെസ്പെക്റ്റ് കിട്ടുന്നു, കോൺഫിഡൻസ് കിട്ടുന്നു. അത് ധരിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ.